അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ശ്രേഷ്ഠമായ അറഫാ നാളായിട്ട് ഇവിടെ വന്നോണ്ടുള്ളൂ. എപ്പായിട്ട് ഇവിടെ ഞങ്ങൾക്ക് അറഫാ നാല് ആക്കുണായ കാര്യങ്ങൾ എന്തെല്ലാമായിട്ട് ഇവിടെ നോമ്പുടെ നീയത്ത് വെക്കട റൂപ എങ്ങനെയായിട്ട് ഇവിടെ ഈ എല്ലാ വിഷയമായിട്ട് ഇവിടെ ഇണ്ടെന്നാണ് നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താൽമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിൽ പിർസ വെക്കണമെങ്കിൽ ഇത്ര ആൽമാർക്ക് ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടി സഹകരിക്കണമെങ്കിൽ അതിന് കീഴിൽ ചൊമ്മ വിഷയിച്ചൊന്നിട്ടു ദ്വാർക്കുണോട്ട് ഏൽപ്പിച്ചങ്ങ് അർഹമുർ റഹീമീനായ റബ്ബ് അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, എപ്പായിട്ടിക്കട റായത്തുള്ള ഞങ്ങൾക്ക് അറഫാ നാല് 2025 ഈ വട്ടത്തെ ഞങ്ങൾ അറഫാ നാല് നാളക്കല് വെള്ളിയാസയായിട്ടിക്കട ശ്രേഷ്ഠമായ വലിയ മഹത്വമുള്ള ഗണിക്കത്തെ പടച്ചോന്റെ മഗ്ഫിറത്തും റഹ്മത്തും ബറക്കത്തും എല്ലാം ഇറങ്ങണ ഗണിക്കത്തെ ഒരു ശ്രേഷ്ഠമായ നാളായിട്ടിക്കടെ അറഫാ നാല് ചൊല്ലത്. ഈ അറഫാ നാല് ഞങ്ങൾ ആക്കുണായ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടിക്കുണായ ഗണിക്കത്തൊരു 10 വിഷയങ്ങളായിട്ടിക്കടെ ഇനി നാ നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. ഒന്നാമത്തത് അറഫാൻ ചൊല്ല ഗണിക്കത്തെ പേര് പറകുള്ള റീസൺ. ഈ അറഫാൻ ചൊല്ലതിരെ മീനിങ് ഗൊന്തായിട്ടിക്കടെ. അപ്പൊ ഈ ഒരു പേര് പറകുള്ള കാണുന്നതെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും അജ്ജയായിട്ടുള്ള അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങ ജണ്ടാലും അല്ലാഹു തആല ആകാശത്തിൽ നിന്നിട്ട് ഭൂമിയിലിക്കട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സിലോൺ ശ്രീലങ്കത്തിലുള്ള ഗണിക്കത്തെ ഒരു ഗുഡ്ഡയുടെ മേലായിട്ട് ഇക്കടെ ഇറക്കിടത്. ആ ഗുഡ്ഡയുടെ 20 പേര് ആദം ഗുഡ്ഡായിട്ടായിട്ട് ഇക്കടെ. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇറക്കിടത് ജിദ്ദത്തിലായിട്ട് ഇക്കടെ. അപ്പൊ ഇങ്ങ ജണ്ടാലും പരസ്പര ഇങ്ങ ഗൊന്താവിടത് ഇങ്ങ കണ്ടുമുട്ടത് അറഫാൻ ചൊല്ലി ഗണിക്കത്തെ ആ ജാഗലായിട്ട് ഇക്കടെ. അപ്പൊ ഇങ്ങ പരസ്പരം ഇങ്ങ ഗുർത്ത കിട്ടിട്ട് ഇങ്ങ ഗൊന്തായത് കൊണ്ടായിട്ട് ഇക്കടെ അറഫാൻ ചൊല്ലി ഗണിക്കത്തെ അങ്ങനത്തെ ഒരു പേര് പുറകുല്ലേ കാണാൻ ചൊല്ലി. രണ്ടാമത്തത് ചൊമ്മത്താൽമാർ കേക്കിട ഒന്നായിട്ട് ഇക്കടെ മക്കത്തുള്ള ഗണിക്കത്തെ ഹാജിമാർ അറഫത്തിൽ ഇക്കടെ ഗണിക്കത്തെ അണ്ടേ അല്ലേ ഞങ്ങൾക്ക് അറഫ ആവാനായിട്ട് ഒരു കാര്യം ഞങ്ങൾ അർത്ഥാക്കണോ. ഞങ്ങളെ അറഫ നാല് എപ്പാട് കേട്ടെങ്കിൽ ദുൽഹിജ്ജ ഒലിമ്പോ ഞങ്ങൾക്ക് എപ്പായിട്ടിക്കടെ അണ്ടായിട്ടിക്കടെ ഞങ്ങളെ അറഫ നാല് അവിടെ അങ്ങ് ഹാജിമാർ അങ്ങനെ അറഫ അങ്ങനെ എക്കടെ എപ്പാ നോക്കിയിട്ടല്ല ഞങ്ങളെ അറഫ തീരുമാനിക്കടെ. അങ്ങനെ നോക്കിയതിന് കണ്ടെങ്കിൽ ഇപ്പൊ നിസ്കാരത്തെ ടൈം നോക്കും ഞങ്ങും അങ്ങും ചൊമ്മ ചേഞ്ചസ് ഇക്കടെ. അതേപോലെ പിന്നെ വേറെ അമേരിക്കത്തിലെല്ലാം നോക്കണമെങ്കിൽ ഇവിടെ പോലായിട്ടിരിക്കുമ്പോൾ അവിടെ ജാവായിട്ടിക്കടെ. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഏതായിട്ട് ഏതൊരു ആയത്തിലും ദുൽഹിജ്ജ ഒലിയുമ്പോൾ എപ്പായിട്ടിക്കടെ അണ്ടായിട്ടിക്കടെ അങ്ങനെ അറഫ നാല് ചൊല്ലും. അങ്ങനെ ഈ പട്ട വെള്ളിയാസ നാളിലായിട്ടിക്കടെ അറഫ നാല്. മൂന്നാമത്തത് യൗമ അറഫ അഫ്ദലുൽ അയ്യാമി യൗമ അറഫ. നാലുങ്ങളെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ നാല് അറഫ നാലായിട്ടിക്കടെ. ഈ ജാവുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജാവ് നമുക്ക് എല്ലാവർക്കും ഗൊന്തു ലൈലത്തുൽ ഖദർ ആയിട്ടിക്കടെ. പൗലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പൗലു അത് അറഫാ നാല് ഗണിക്കത്തെ ആ ഒരു പൗലായിട്ടിക്കത് ശ്രേഷ്ഠമായ ഗണിക്കത്തൊരു നാൾ പടച്ചോന്റെ മഗ്ഫിറത്തും റഹ്മത്തും എല്ലാം ഇറങ്ങണ ഗണിക്കത്തെ. അതേ ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്ന അറഫാ നാല് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വേണ്ട അങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്തും മഗ്ഫിറത്തും എല്ലാം ഇറങ്ങണ ഗണിക്കത്തെ ഒരു നാളായത് കൊണ്ടിട്ട് അറഫാ നാലെല്ലാം കലിയുമ്പത്തുകോ മലായിക്കത്ത് തിരിച്ചു പോകുമ്പോൾ മലായിക്കത്തിലെ സാക്ഷി നിപ്പാടിയിട്ട് പഠിച്ച റബ്ബ് ചൊല്ലോ ഇന്നി ഖദ് ഗഫർതു ലഹും അങ്ക് എല്ലാവർക്കും ഞാൻ പൊറുത്തു കൊടുത്ത മഗ്ഫിറത്ത് കൊടുത്തായിട്ട് റബ്ബ് ചൊല്ലണിക്കത്തൊരു നാളായിട്ട് യാരും മഗ്ഫിറത്ത് കൊടുക്കുന്നതും യാറത്താൽമാരെയും നരകത്തിൽ നിന്ന് വിടുകടാക്കിണിക്കത്തൊരു നാൾ ഏതെന്ന് കേട്ടെങ്കിൽ അത് അറഫാ നാളായിട്ട്. അതുകൊണ്ടായിട്ട് രണ്ടത്തെ നാളിൽ യാറെ ബുൽപുട്ടത് ആറ് ശൈത്താൻ ഇബ്ലീസ് കണ്ട് വല്ലാത്ത ബേജാറായിട്ടിക്കടെ വലിയ ദുഃഖമായിട്ടിക്കടെ അവന് ദുഃഖിക്കിற ഗണിക്കത്തെ ബുൽപുട്ടിര ഗണിക്കത്തെ ഒരു നാല് കടന്റെ പടച്ചോനി മഗ്ഫിറത്തും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് നോക്കിയിട്ട് അവനക്ക് സഹിക്കുകയില്ലാണ്ടായിട്ടിക്കടെ. അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഗണിക്കത്തെ ഒരു നാലായിട്ടിക്കടെ. നാലാമത്തത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുട്ട ഒരു യഹൂദിയായ മനുഷ്യ ചൊല്ലു. നിങ്ങളെ പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു ആയത്ത് ആ ആയത്ത് ഇറങ്ങിയ നാല് ഞങ്ങൾക്കായിട്ടിന്നതിന് കണ്ടെങ്കിൽ ആ നാളിൽ ഞങ്ങൾ പെരുന്നാളാക്കാൻ തന്നെ ഏതെനിക്ക് കേൾക്കടെ. ഖുർആനിൽ നിങ്ങൾ ഉണ്ടല്ലോ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി ചൊല്ലി ഗണിക്കത്തെ പരിശുദ്ധമായ ദീന് നിങ്ങൾക്ക് ഞാൻ ഇന്റെ പൂർത്തിയാക്കി തന്നായിട്ട് പഠിച്ചോൻ ചൊന്ന ഗണിക്കത്തെ ആ ഒരു ആയത്ത് ഇറങ്ങിയ നാല് അണ്ടത്തെ നാല് ഞങ്ങൾ പെരുന്നാളാക്കാൻ അബൂ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു. ആ നാല് ഏതുണ്ട് നക്ക് നെനപ്പുണ്ടോ അത് അറഫാ നാളായിട്ടിക്കടെ. അത്രമാത്രം ശ്രേഷ്ഠതയായിട്ടിക്കടെ പരിശുദ്ധമായ പൂർത്തിയായ ഗണിക്കത്തെ ഒരു നാളും കൂടിയായിട്ടിക്കടെ അറഫാ നാലും ചൊല്ലത്.
അഞ്ചാമത്തേത് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഞങ്ങൾ ആക്കിടെ ദുആയുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഏറ്റവും ഇജാബത്തുള്ള ദുആ ഏതെന്ന് കേട്ടെങ്കിൽ അറഫ നാൾ ആക്കിടെ ഗണിക്കത്തെ ആ ഒരു ദുആ ഇട്ടിക്കടെ അത്രമാത്രം പവറായിട്ടിക്കടെ അണ്ടത്തെ ഒരു നാളത്തെ ദുആക്കുല്ലേട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതുകൊണ്ട് ധാരാളം ദ്വാർക്കുമ്പത്തും ഞങ്ങളെ കുടുംബത്തെയും സേർപാട്ടുണ്ടോ ഇടയ്ക്ക് നിങ്ങൾ വസീയത്താക്കിക്കൊണ്ടുള്ള. ആറാമത്തേത് ആ അറഫ നാൾ നോമ്പായിട്ടിക്കടെ വലിയ മഹത്വം. നോമ്പുടെ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അറഫ നാൾ നോമ്പായിട്ടിക്കടെ. യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ. ഈ വർഷത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെയും വണ്ട ഒരു വർഷത്തെയും ദോഷങ്ങൾ പഠിച്ചോണ് പൊറുത്തു തണ്ടായിട്ടിക്കടെ ആ ഒരു നോമ്പുടെ പവറായിട്ട് പ്രതിഫലമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി. ഈ ഒരു ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് പണ്ട് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കണം ചൊല്ലുമ്പോൾ ഒരു വർഷത്തെ ആയുസ്സും കൂടി പഠിച്ച റബ്ബ് നിങ്ങൾക്ക് തണ്ടായിട്ടിക്കടെ. ഇതിന്റെ വ്യാഖ്യാനത്തില് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിയതായിട്ട് കാണ്ട്. ഏഴാമത്തത് ഈ ഒരു നോമ്പ് നെയ്യത്ത് വെക്കണായ ഉറപ്പായിട്ടിക്കടെ. ഇപ്പൊ അറഫ നാലെന്ന് നോമ്പ് ഞങ്ങൾ പിടിക്കുമ്പോഴത്തേക്കോ നെയ്യത്ത് മസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സുന്നത്ത് നോമ്പായത് കൊണ്ടിട്ട് ഞങ്ങൾ എന്തും തിണ്ടില്ലാണ്ടെങ്കിൽ ഉച്ചത്തെ ഉൾഗായിട്ട് ലുഹറക്ക് ഉൾഗായിട്ട് ഞങ്ങൾക്ക് നെയ്യത്ത് വെച്ചെങ്കിൽ മയ്യാവും. നെയ്യത്ത് വെക്കണായ റൂപ്പാൻ ചൊല്ലത് അറഫാടെ സുന്നത്ത് നോമ്പ് അള്ളാഹുബേനായിട്ട് നാ പിടിക്കണായിട്ട് നെയ്യത്ത് വെച്ചിട്ടായിട്ടിക്കടെ ഞങ്ങൾ നോമ്പ് പിടിക്കണം. അതേപോലെ ഈ അറഫ നാലിലെ നോമ്പ് അതേപോലെ അതിന് മുന്നോത്തണ്ടേ ദുൽഹിജ്ജ 8 നോമ്പ് യൗമു തർവിയാൻ ചൊല്ലാർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാലാസ് എന്നാൽ അണ്ടത്ത് നോമ്പും വലിയ മഹത്വമായിട്ടിക്കടെ ഉള്ളത്. കാരണം എന്താണെങ്കിൽ ഒന്നാമത്തെ തൻ്റെ ബാലാസും കൂടിയായിട്ടിക്കടെ ദുൽഹിജ്ജ 8 കൂടിയായിട്ടിക്കടെ വലിയ മഹത്വം. അണ്ടും 8 നോമ്പും പിടിക്കുക. അതേപോലെ അറഫയുടെ നോമ്പ് ഏതായിട്ടും ഞങ്ങൾ എന്താക്കോ തീരാ മിസ്സാക്കോ തീരാ. അതേപോലെ അതിന് മുന്നിൽ തൻ്റെ യൗമു തർവിയത്തെ നോമ്പും വലിയ മഹത്വമായിട്ടിക്കടുള്ളത്. എട്ടാമത്തത് ആ അത്രമാത്രം ശ്രേഷ്ഠമായ നാളിൽ ഞങ്ങൾ ഒരു ജമാഅത്തും മിസ്സാക്കാണ്ട് അണ്ടത്തെ നാളിൽ നഗര ഭാഗത്തിൽ നിന്നിട്ട് ഒരു തപ്പാവട്ട് മിസ്റ്റേക്ക് പറയാത്ത പോലെ ആരെ ഗീബത്ത് എന്തും ചൊല്ലാണ്ട് അണ്ടത്തെ നാളിൽ ഭാരി ജാഗ്രത ആക്കിയിട്ട് മാത്രമല്ല വെള്ളിയാസം കൂടിയായിട്ടിക്കട. അതുകൊണ്ട് നല്ലോണം ഞങ്ങൾ അണ്ടത്തെ നാളിൽ ഇബാദത്തെടുക്കുക. ഒലിമാമത്തത് അണ്ടത്തെ ആ ഒരു അറഫ നാല് സുബൈ നിസ്കാരത്തിൽ പിന്നെ തക്ബീർ സ്റ്റാർട്ട് ആവും. നിസ്കാരായാൽ പിന്നെ ഏകദേശം അയ്യാമുത്തശ്രീക്ക് ലാസ്റ്റ് അസുരത്തോല ഓരോ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരാവട്ടെ ഫർദ് നിസ്കാരാവട്ടെ എല്ലാ നിസ്കാരം കഴിഞ്ഞ സാത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ധാരാളമായിട്ട് ചൊല്ലണട്ടായിട്ടിക്കട്ടെ. ചൊല്ലുക വലിയ സുന്നത്തായിട്ടുള്ള വലിയ പ്രതിഫലമുള്ള ഗണിക്കത്തൊരു വിഷയമായിട്ടിക്കട്ടെ. പത്താമത്തേത് എൻ്റെ തങ്ങ ചൊല്ലുനായ ഗണിക്കത്തെ ദിക്റുങ്ങ ഓതനായ സൂറത്ത്. ഒന്നാമത്തെ ഇസ്തിഗ്ഫാർ ആയിട്ടിക്കട്ടെ. ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ല. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ല ഗണിക്കത്തെ. ഈ ഒരു ദിക്ർ 100 വട്ട ചൊല്ലുണ്ടായിട്ടിക്കട്ടെ. അതേപോലെ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്റും 100 വട്ട ചൊല്ല. അതേപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ഒരു ദിക്റും 100 വട്ട ചൊല്ല. സൂറത്തുൽ ഫജ്ർ ഓത. അതേപോലെ ആയത്തുൽ കുർസി ഓത. യാസീൻ സൂറത്ത് ഓത. അതേപോലെ മഹാനായ ഗൗസുൽ ആലം തങ്ങ പഠിപ്പാട്ടിയ പോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ ചൊല്ലണിക്കത്തെ. ഈ ഒരു ദിക്ർ 100 വട്ട ചൊല്ല. അതിൽ പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം 3 വട്ട ചൊന്നൽ. പിന്നെ അഊദു സേർബാഡിട്ട് 3 ഫാത്തിഹ ദാമിനല്ല ചൊന്നിട്ടു 3 വട്ട ഫാത്തിഹ സൂറത്ത് ഓത. അതിൽ പിന്നെ 100 വട്ട സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 100 വട്ട ഓത. അതിൽ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ഒരു സ്വലാത്തും 100 വട്ട ചൊന്നിട്ടു ഞങ്ങൾ എന്തൊരു ദുആ നേടുകണ്ടെങ്കിൽ യജമാനനായ റബ്ബ് തണ്ടായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ ദിക്റങ്ങെല്ലാം ധാരാളം ദിക്റങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ ദിക്റങ്ങ ഞങ്ങൾ എന്താക്കുക ചൊല്ലുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ സമയത്തിൽ നിങ്ങൾ നെനപ്പാക്കിക്കൊണ്ടുള്ള അതേപോലെ ധാരാളമായിട്ട് ദ്വാർക്ക സ്വതക്ക കൊടുക്കുക. എന്ത്
എന്തെല്ലാം നന്മകളുണ്ട് ഞങ്ങൾക്ക് ചെയ്യുക അവിടെ ചെയ്യുക. കാരണം വർഷത്തിൽ ഒറുക്കായിട്ടിക്കടെ ഇങ്ങനത്തെ ഒരു അറഫ നാല് ഞങ്ങൾക്ക് വന്ന് എത്തരുത്. അപ്പോൾ ധാരാളമായിട്ട് പഠിച്ചറബിടയിൽ ദ്വാർക്ക ഇബാദത്തെടുക്കുക, നോമ്പിടിക്കുക. ഞങ്ങളെ കൊണ്ട് അവിടെ എല്ലാ ഹൈറാത്തുകൾ ഞങ്ങൾ ചെയ്യാ പഠിച്ചോ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ആക്കടെ എല്ലാ ഇബാദത്തും പഠിച്ചോ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.